Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഒരു കറന്റ് കടന്നുപോകുന്ന സോളിനോയിഡിനുള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇതിൽ എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, സോളിനോയിഡിലെ നമ്പർ ഓഫ് ടേൺസ്. ഓപ്ഷൻ ബി, അതിലൂടെ ഒഴുകുന്ന കറന്റിന്റെ ഡയറക്ഷൻ. ഓപ്ഷൻ സി, സോളിനോയിഡിന്റെ റേഡിയസ്. ഓപ്ഷൻ ഡി, കോർ മെറ്റീരിയൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഏതാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഈ സോളിനോയിഡിന്റെ ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മെയിൻ ആയി 3 ഫാക്ടേഴ്സിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്. ഒന്നാമതായി കോയിലെ നമ്പർ ഓഫ് ടേൺസ്. ചുറ്റുകൾ കൂടുമ്പോൾ സ്ട്രെങ്ത് എങ്ങനെ കൂടുന്നു എന്ന് ചിത്രത്തിൽ നോക്കൂ. രണ്ടാമതായി കറന്റിന്റെ അളവ്. കൂടുതൽ കറന്റ് ഒഴുകുമ്പോൾ ഫീൽഡ് കുറച്ചുകൂടി സ്ട്രോങ് ആകും. മൂന്നാമതായി കോർ മെറ്റീരിയൽ. ഫോർ എക്സാമ്പിൾ, ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആകും. ഇനി കറന്റിന്റെ ഡയറക്ഷൻ മാറ്റിയാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കറന്റിന്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും പരസ്പരം മാറും. അതായത് പൊളാരിറ്റി മാത്രമേ മാറുന്നുള്ളൂ. അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ ഒരു തരത്തിലും മാറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കറന്റിന്റെ ഡയറക്ഷനെ ഡിപെൻഡ് ചെയ്യുന്നില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സൂപ്പർ! ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹാപ്പി ലേണിംഗ്.